ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ പദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യൂണിറ്റിൽ തന്നെയുള്ള പദ്യത്തിൻ്റെ പേര് അകാൽ ഔർ ഉസ്കെ ബാദ്. മക്കളെ, അകാൽ ഔർ ഉസ്കെ ബാദ്, കൊറോണ ഔർ ഉസ്കെ ബാദ്, അതൊരു ചോദ്യചിഹ്നമായി നമ്മളടുത്ത് നിൽക്കുന്ന സമയത്താണ് ഈ കവിത നമ്മൾ പഠിപ്പിക്കുന്നത്. അതിനതിൻ്റെതായ സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, अकाल और उसके बाद यह कविता नागार्जुन ने लिखी है. നാഗാർജുൻ എന്ന് പറയുന്ന കവിയാണ് എന്തെഴുതി അകാൽ ഔർ ഉസ്കെ ബാദ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ പ്രഗതിശീൽ കവി, പ്രഗതിശീൽ കവി ഹെ, ജനവാദി കവി ഹെ. അതായത് പ്രഗതിശീൽ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ്, അതായത് പുതിയ പുതിയ ഐഡിയാസ്, പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കുന്ന കവികൾ. മനസ്സിലായില്ലേ? അപ്പോൾ പ്രഗതിशील और जनवादी कवि है. और इस कविता में कवि ने परिस्थिति और परिचित और निर्जीव वस्तुओं के द्वारा, നമുക്ക് പരിചിതമായിട്ടുള്ളതും നിർജീവമായിട്ടുള്ള വസ്തുക്കളിലൂടെ സാമാജിക് സ്ഥിതി കാ വർണ്ണൻ. അതായത് ഈ കവിതയിൽ അകാൽ ഔർ ഉസ്കെ ബാദ് എന്നുള്ള കവിതയിൽ നാഗാർജുൻ പരിചിത്, നമുക്ക് നന്നായി പരിചയമുള്ള കുറേ കാര്യങ്ങളും എന്നാൽ നിർജീവമായിട്ടുള്ള കുറേ വസ്തുക്കളിലൂടെയും സാമാജിക് സ്ഥിതി, ഇന്നത്തെ സമൂഹത്തെ വർണ്ണിക്കുന്നു. അല്ല, അതിന് ഒരു പ്രത്യേകതയാണ്. ഫോർ എക്സാമ്പിൾ, പരിചിത വസ്തു, നമുക്ക് പരിചയപ്പെട്ട, നമുക്ക് അടുക്കള, അടുപ്പ്, അല്ലേ, നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന അടുക്കള, അടുപ്പ്, പ്ലേറ്റ്, ഇതൊന്നും നിർജീവ വസ്തുക്കളാണെങ്കിൽ നമുക്കറിയാം. അമ്മ ഇപ്പോൾ പോയി ആ പ്ലേറ്റ് എടുക്കുന്ന നമ്മൾ കറക്റ്റായിട്ട് എടുക്കും. അടുക്കളയിൽ പോയി അതെടുക്കുന്ന നമ്മൾ എടുക്കും. കാരണം വി ആ ക്വൈറ്റ് അക്വൈൻറ്റഡ് ആണ് അതുമായിട്ട്. അപ്പോൾ പരിചിത് और निर्जीव वस्तुओं के द्वारा सामाजिक स्थिति का असली वर्णन. പരിചിതമായതും എന്നാൽ നിർജീവമായിട്ടുള്ള വസ്തുക്കളിലൂടെ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി എന്താണെന്ന് വിവരിക്കുന്നു. വൺസ് അഗെയിൻ ഐ എം ടെല്ലിങ് യു, नागार्जुन प्रगतिशील जनवादी कवि है और वह परिचित और निर्जीव वस्तुओं के द्वारा सामाजिक स्थिति का असली वर्णन किया है. So come to the lesson once again. अकाल और उसके बाद. अकाल എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷാമം അല്ലെങ്കിൽ ഫാമിൻ. അതായത് അകാൽ, ക്ഷാമം ഉണ്ടാവുമ്പോഴും ക്ഷാമം കഴിഞ്ഞു. എന്താ മക്കളെ ക്ഷാമം എന്ന് പറയുമ്പോൾ? ദാറ്റ് ഈസ് എ സിംബൽ ഓഫ് ഗരീബി, ദാരിദ്ര്യം, പട്ടിണി, അവശത, ഒന്നുമില്ലാത്ത അവസ്ഥ. ഇതിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് അകാൽ. ഇവിടെ അകാൽ എന്ന് പറയുന്നത് ഒരു ഒരു എക്സാമ്പിളായി കൊടുത്തുകൊണ്ട്, സിമ്പിളായി കൊടുത്തുകൊണ്ട് ബാക്കി എന്തൊക്കെ സംഭവിക്കുന്നു അതിലൂടെ ഇന്ന് നമുക്ക് റീതിങ്ക് ചെയ്യേണ്ടത് നമ്മുടെ കൊറോണ. ഓക്കെ, അപ്പോൾ അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ എന്ന് പറയുന്നത് ക്ഷാമം. ഈ അകാൽ കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? ഗരീബി, ഭൂഖ്, പീഡ. എന്താണ് ഗരീബി, ഭൂഖ്, പീഡ. ഗരീബി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്, പീഡ എന്ന് പറഞ്ഞാൽ എന്താ? വിഷമതകൾ, യാതനകൾ, സഹനങ്ങൾ. അല്ലേ, നമ്മളിപ്പോൾ ഫിനാൻഷ്യലി ഒന്നും അല്ലെങ്കിലും നമുക്ക് മാനസികമായ യാതനയുണ്ട് ഈ കൊറോണ ഉണ്ടാക്കുന്നത്. അല്ലേ, നമുക്ക് എവിടെയും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. വി കാൻ ഗോ എനിവെയർ ആസ് വി വിഷ്. നമ്മൾ പറയുന്ന പോലെ പോകാൻ പറ്റുന്നില്ല. എല്ലാം ടൈഡപ്പായി കിടക്കുന്നു. പിന്നെ നമുക്ക് ഇപ്പോഴാണ് നമ്മൾ ആ സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിക്കുന്നത്. ഗരീബി, ഭൂഖ് ഔർ പീഡ, ഇതാണ് അക്കാലിൻ്റെ സിംബൽസ്, അതിൻ്റെ അടയാളങ്ങൾ. ദാരിദ്ര്യമുണ്ടെങ്കിൽ, വിശപ്പുണ്ടെങ്കിൽ, യാതനകളുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ക്ഷാമമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ കവിത ഏത് സാഹിത്യവിധയിലാണിത് പെടുന്നത്? കവിതയാണ്. കവിയുടെ പേര് നാഗാർജുൻ. അയാൾ എന്താ ചെയ്യുന്നത്? പരിചിത് और निर्जीव वस्तुओं के द्वारा सामाजिक स्थिति का वर्णन. ഈ കവിത എഴുതുമ്പോൾ അങ്ങോട്ട് രണ്ട് ഉദ്ദേശമാണുള്ളത്. ഒന്ന് സാധാരണ കിസാൻ കി അഭാവഗ്രസ്ത, സാധാരണ കൃഷിക്കാരുടെ നിസ്സഹായാവസ്ഥ. സാധാരണ കൃഷിക്കാരുടെ, ഇവിടെ പറയുന്നത് ധാന്യമില്ല. ഈ ധാന്യം ഇല്ലാണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? കൃഷിക്കാർക്ക് പണിയില്ല.
വിത്ത് വിതച്ച് മാത്രമേ കൃഷി ഉണ്ടാവുകയുള്ളൂ. വിത്ത് വിതച്ച് വെള്ളം നനച്ച് കൊയ്ത് അല്ലേ, കൊയ്ത് അത് കളയും ഇതും കതിരും പാറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഉണക്കി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് എന്നുള്ളത് അരി ഉണ്ടാവുന്നത്. അതുകൊണ്ട് സാധാരണ കിസാൻ കി അഭാവഗ്രസ്തത, അതെന്തിൽ ഭൂക്ക് ഔർ അതിനെ ആ അഭാവഗ്രസ്ത അവരുടെ നിസ്സഹായാവസ്ഥ, വിശപ്പിൻ്റെയും ബേചൈനി എന്ന് പറഞ്ഞാൽ എന്താണ്, റെസ്റ്റ്ലെസ് ആവുക. ഇപ്പം നമ്മൾ റെസ്റ്റ്ലെസ് ആണ് കൊറോണ കാരണം അല്ലേ. നമുക്ക് എവിടെയൊക്കെയോ പോകണം എന്നൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട്, എവിടെയും പോകാൻ പറ്റില്ല. ഈവൻ ഇഫ് യു വാണ്ട് ടു ഗോ ടു കാലിക്കറ്റ് നമ്മൾ വേണോ പോണോ, യെസ്. ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്. ബേചൈനി ചൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ പീസാണ്. ബേചൈനി സമാധാനമില്ലായ്മയുടെയും. വ്യംഗ്യാത്മക് ശൈലിമേ, അതിനെ വ്യംഗ്യരൂപത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഏതൊക്കെ തരത്തിൽ, സാധാരണ കിസാൻ കി അഭാവഗ്രസ്തത അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ, എന്ത് ഭൂഖ് और बेचैनी की व्यंग्यात्मक शैली में व्यक्त किया गया है. ഓക്കെ, ഇതിൻ്റെ മനോഭാവം, ഈ കവിത എഴുതുമ്പോൾ അങ്ങരുടെ മനസ്സിൽ ഉദിച്ച ഭാവങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പ്രകൃതി കാ സന്തുലൻ തോടനെ കെ വിരുദ്ധ ആവാസ് ഉഡാന. വാട്ട് ആർ വി ഡൂയിങ്? നമ്മൾ എവിടെയും ബിൽഡിങ്ങും ഒക്കെ കെട്ടിപ്പടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഡീഫോറസ്റ്റേഷൻ അല്ലേ, കട്ടിങ് ഓൾ ദ ട്രീസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? അവിടെയൊക്കെ നമ്മൾ വലിയ 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 എന്താണ് ഫ്ലാറ്റുകൾ, ഇപ്പം നമ്മൾ കോഴിക്കോടൊക്കെ കോഴിക്കോട് ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ കാണാം എല്ലായിടത്തും വലിയ വലിയ ഫ്ലാറ്റ്, അമ്പരചുംബികളായ വലിയ വലിയ ഫ്ലാറ്റുകൾ കാണാം. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെയ്യുന്ന അവിടെ പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചുകൊണ്ട്, അവിടെയുള്ള പ്രാകൃതികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പലതിനെയും നമ്മൾ സ്പോയിൽ ചെയ്തുകൊണ്ട് വി ആപിക്കും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ എടുത്തു പിടിച്ച് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രകൃതി കാ സന്തുലൻ തോടിനേക്ക് വിരുദ്ധ ആവാസ് ഉഡാന. പ്രകൃതിയുടെ സന്തുലൻ ബാലൻസ് നശിപ്പിക്കത്തക്ക വിധത്തിലുള്ള നമ്മുടെ മനോഭാവത്തിനെതിരെ ആഹ്വാനം ചെയ്യുക, അതിനെതിരെ ഉച്ചത്തിൽ അലറുക, ഉച്ചത്തിൽ സംസാരിക്കുക. രണ്ടാമത്, ആ പ്രകൃതിയെ വെല്ലുവിളിക്കുന്നതോടുകൂടി നമ്മളുടെ സാമൂഹ്യ സന്തുലനം നഷ്ടപ്പെടുന്നു. സാമൂഹ്യപരമായ സന്തുലിതാവസ്ഥ അതും നഷ്ടപ്പെടുത്തുന്നതിനെതിരെ കവി ആഹ്വാനം ചെയ്യുന്നു. രണ്ട് മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ടാണ് കവി ഈ കവിത എഴുതുന്നത്. ഒന്ന്, प्राकृतिक संतुलन तोड़ने के विरुद्ध आवाज उठाना, सामाजिक संतुलन तोड़ने के विरुद्ध भी आवाज उठाना. അപ്പോൾ ഇത്രയുമാണ് കവിയെ പറ്റി നമ്മൾ പറയുന്നത്. വൺസ് അഗൈൻ ഐ ആം റിപ്പീറ്റിംഗ്, कवि का नाम है नागार्जुन. वह प्रगतिशील और जनवादी कवि थे और वह क्या करते हैं, परिचित और निर्जीव वस्तुओं के द्वारा सामाजिक स्थिति का असली वर्णन किया है. മനസ്സിലാകുന്നില്ല മക്കൾക്ക്? അതായത് പരിചിത്, നമുക്ക് പരിചയമുള്ളതും അവർ നിർജീവ്, ജീവനില്ലാത്ത വസ്തുക്കളിലൂടെ സാമാജിക് സ്ഥിതി, ഇന്നത്തെ സാമൂഹ്യ സ്ഥിതിയെ വർണ്ണിക്കുന്നു. ഇതിൻ്റെ രണ്ട് മനോഭാവമാണ് അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ടുള്ളത് കവിത എഴുതുമ്പോൾ. എന്താണ്? പ്രകൃതി കാ സന്തുലൻ തോടനെ കാ വിരുദ്ധ ആവാസ് ഉഠാന. പ്രാകൃതിക് സന്തുലൻ തോടനെ കെ വിരുദ്ധ. പ്രകൃതി കാ സന്തുലൻ, പ്രാകൃതിക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബാലൻസ്, അത് ഇംബാലൻസ്ഡ് ആക്കുകയാണ് നമ്മൾ. അതിനെതിരെ ശബ്ദമുയർത്തുക. പിന്നെ സാമാജിക് സന്തുലൻ തോടിനേക്ക്, അങ്ങനെ പ്രാകൃതിക് സന്തുലൻ ന ഹോനെ പർ സാമാജിക് സന്തുലൻ ബി നഹി ഹോ സക്തെ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും. പിന്നെ അതുകൂടാണ്ട് ഇവിടെ എന്താണ്, സാധാരണ കിസാൻ കി അഭാവഗ്രസ്തത, നിസ്സഹായാവസ്ഥ, അശരണരായിട്ടുള്ള കൃഷിക്കാർ, ഒന്നും ചെയ്യാൻ പറ്റാത്ത, സാമ്പത്തികമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒരു വിത്ത് പോലും വിതയ്ക്കാൻ പറ്റാത്ത കൃഷിക്കാരൻ്റെ നിസ്സഹായാവസ്ഥ ഭൂഖ് और बेचैनी की व्यंग्यात्मक शैली में व्यक्त किया है. ആ നിസ്സഹായാവസ്ഥ ഏതിൽ? വിശപ്പിലും ബേചൈനി, റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കൃഷിക്കാരൻ. ഇപ്പം നമ്മളെപ്പോലെ തന്നെ മക്കളെ റെസ്റ്റ്ലെസ് ആണ് നമ്മൾ. അതുപോലെ കൃഷിക്കാരൻ ഒന്നുമില്ല, അവനൊന്നും ചെയ്യാനില്ല, അവനാകെ അറിയുന്ന ഒരു വർക്കാണ് കൃഷി ചെയ്യുക എന്നുള്ളത്. അതിനുള്ള ഒരു എയ്ഡ്സും കിട്ടാനില്ലാത്ത അവസ്ഥയിൽ അവനെന്താവുന്നു? സമാധാനമില്ലാണ്ടാവുന്നു. അവന് വ്യംഗ്യാത്മക് ശൈലിമേ, അതിനെ വ്യംഗ്യാത്മക രൂപത്തിൽ, ഹാസ്യ രൂപത്തിൽ വിവരിച്ചിട്ടുണ്ട്. സോ ഓക്കെ, ഐ എം കമ്മിങ് ടു अगेन द पोएम अकाल और उसके बाद. अकाल का करुण चित्र
और अकाल के बाद का सुगध चित्र का वर्णन कवि ने किया है. अकाल और उसके बाद ആദ്യത്തെ 4 വരി അകാൽ കാ കരുണ ചിത്ര. അകാൽ ഫാമിൻ ഉണ്ടാവുമ്പോഴുള്ള കരുണ ചിത്രം. വാട്ട് ആർ ദ പാത്തറ്റിക് സിറ്റുവേഷൻസ്, എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവുന്നത് അതിനെപ്പറ്റിയാണ് അകാൽ. और अकाल और उसके बाद, अकाल के बाद यहाँ क्या होता है, क्या क्या परिवर्तन हो जाता है, उसका सुखद चित्र. വളരെ സുന്ദരമായ ഒരു ചിത്രം. രണ്ടും, അതായത് ഒരു കോയിന് 2 സൈഡുള്ള പോലെ നമ്മളുടെ ജീവിതത്തിന് ദുഃഖവും സുഖവും ഉള്ളതുപോലെ, ഉയർച്ചയ്ക്ക് ഒരു താഴ്ചയുള്ളതുപോലെ നമ്മൾ എന്ത് കാണണം, നമ്മുടെ ജീവിതത്തിൽ നല്ല കാലവും ചീത്തക്കാലവും ഉണ്ടാവുന്നത് പോലെ. അകാൽ എന്ന് പറയുന്നത് ചീത്തക്കാലവും, അകാലിന് ശേഷം എന്ത് വരുന്നു, നല്ല കാലവും. ഇപ്പോൾ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ കൊറോണ എന്ന് പറയുന്ന കുഞ്ഞു സാധനം നമ്മളെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇപ്പം നമ്മളുടെ നല്ല കാലമാണോ ചീത്തക്കാലാണോ? ചീത്തക്കാലമാണ്. പിന്നെ സ്റ്റുഡൻസിൻ്റെ നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ബിക്കോസ് യു പ്രിഫർ ടു ഹാവ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാം. സത്യത്തിൽ നമ്മളുടെ മൂവ് സ്പീഡിലല്ല. ഈവൻ എനിക്കിപ്പോൾ മനസ്സിലാവും, എനിക്കറിയുന്ന കുറച്ച് മക്കളുണ്ട്, നന്നായി ചെയ്ത മക്കളാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു സ്പെല്ലിങ് മിസ്റ്റേക്സും അതൊക്കെ വരെ നമ്മൾ ക്ലാസ്സിൽ ലൈവായിട്ട് ചെയ്യുമ്പോൾ കുട്ടിയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വളരെ വ്യത്യാസമുണ്ട് മക്കളെ. ഇപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു, നമ്മൾ കുട്ടികളെ നേരിട്ട് കാണുന്നില്ല, നമ്മുടെ കറക്ഷൻ നേരിട്ട് വരുന്നില്ല. സോ അതിൻ്റെതായ ലാഗിങ് ഉണ്ട്. അപ്പോൾ അകാൽ ഔർ ഉസ്കെ ബാദ്, അകാൽ മീൻസ് ഫാമിൻ. അകാൽ എന്നുള്ളത് എന്താണ്? അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമത്തിൻ്റെ സമയത്തുള്ള കരുണ ചിത്രവും പിന്നെ വളരെ ദയനീയ സ്ഥിതിയുടെ വർണ്ണനയും. ഔർ ഉസ്കെ ബാദ് കാ സുഖദ ചിത്ര, നല്ല കാലം, ആനന്ദത്തിൻ്റെ കാലം, സന്തോഷത്തിൻ്റെ കാലം. അതും. Now come to the lesson. 4 വരി ഞാൻ വായിക്കുന്നു. 4 വരി വായിക്കുമ്പോൾ 2 പ്രാവശ്യം ഞാൻ വായിക്കുമ്പോഴും എൻ്റെ കൂടെ വിരൽ വെച്ച് വേണം വായിക്കാം. ചെറിയ പോയമാണ്, നല്ല പോയമാണ്, പക്ഷേ അതിൻ്റെ ഓരോ വാക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. കൈ ദിനോ തക് ചൂൽഹാ रोया ചക്കി രഹി ഉദാസ് കൈ ദിനോ തക് കാനി കുതിയ सोई उनके पास कई दिनों तक लगी भीत पर छिपकलियां की गश्त कई दिनों तक चूहों की भी हालत रही शिकस्त. Once again I am reading. Put your finger on each word. कई दिनों तक चूल्हा रोया चक्की रही उदास कई दिनों तक कानी कुतिया सोई उनके पास कई दिनों तक लगी भीत पर छिपकलियां की गश्त कई दिनों तक चूहे की भी हालत रही शिकस्त. ഇതിൽ കുറേ നിർജീവമായിട്ടുള്ള കുറേ കാര്യം അങ്ങനെ നമുക്ക് പോവാം. കുറേ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആദ്യത്തേതാണ് ചൂൽഹ, ഒന്നാമത്തെ വരിയിൽ. കൈ ദിനോം തക് എന്താണ്? കുറേ ദിവസങ്ങളായി, അതായത് അകാൽ ഉണ്ടാവുന്നതിന് മുമ്പുള്ള സിറ്റുവേഷൻ, ഫാമിൻ ഇവിടെ വരാനുള്ള സാഹചര്യം. കൈ ദിനോം തക് കുറേ ദിവസങ്ങളായി. ചൂൽഹാരോയ, ചൂൽഹ മീൻസ് അടുപ്പ്. ചൂൽഹാരോയ, ആദ്യം നിർജീവ വസ്തുക്കൾ എടുക്കുന്നു, അതിനുശേഷം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പറയാം. ചക്കി രഹി ഉദാസ്, ചക്കി എന്ന് പറഞ്ഞാൽ തിരികല്ല്. മക്കളെ ഇത് പറയുമ്പോൾ നമുക്ക് എവിടെയാണ് ഇത് കാണപ്പെടുക? ഈ ചൂൽഹ എവിടെയാണ്, ചക്കി എവിടെയാണ് എന്ന് നമ്മൾ, ചക്കി എന്ന് പറഞ്ഞ ആളെ പേരല്ല. ഓക്കെ. കൈ ദിനോ തക് ചൂൽഹാ रोया, ചൂൽഹ മീൻസ് അടുപ്പ്. ചക്കി രഹി ഉദാസ്, ചക്കി എന്ന് പറഞ്ഞാൽ തിരികല്ല്, ആട്ടുകല്ല്. നമ്മൾ ദോശൻ്റെ ഉഴുന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കില്ലേ, അല്ല അരക്കാൻ, പണ്ടൊക്കെ അരക്കാനും കൂടി അത് ഉപയോഗിക്കുമായിരുന്നു. കൈ ദിനോക്ക കാനി കുത്തിയ, കാനി കുത്തിയ, കാനി മീൻസ് ഒറ്റക്കണ്ണുള്ള, കുത്തിയ പട്ടി, ഒരു അതായത് നായല്ല പട്ടി, പട്ടി. സോയി ഉൻകെ പാസ്. അപ്പം നമ്മൾ കാണുന്നത് ഒരടുപ്പ്, ഒരു തിരികല്ല്, ഒറ്റക്കണ്ണുള്ള ഒരു നായ. ഇത്ര 3 കാര്യമായി നമ്മളെ മനസ്സിൽ. ഈ 3 വെച്ച് നമുക്ക് ആദ്യം ചെയ്യാം. കൈ ദിനോ തക് ചൂൽഹാ रोया, കുറേ നാളമായിട്ട് എന്ത്? ചൂൽഹ, അടുപ്പ് കരയുന്നു. എന്താ മക്കളെ അർത്ഥം? ചൂൽഹാ रोया അതൊരു ഫ്രേസാണ്. എന്താ അതിൻ്റെ അർത്ഥം? അടുപ്പ് കരയുന്നു. അതായത് ഉസ് ഘർ മേ ദാനാ നഹി ഹേ, दाना नहीं तो भोजन नहीं है, दाना नहीं तो
എന്താണ് चूल्हा അടുപ്പ് चूल्हा नहीं जलाया जाता है खाने के लिए वहाँ कुछ नहीं है इसलिए सब लोग भूख से मर रहे हैं ചൂൽഹ രോയ ചൂൽഹ വെച്ചാൽ അടുപ്പ് രോയ കരഞ്ഞു അത് അടുപ്പ് കത്തിയിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ ആര് കരയുന്നു അടുപ്പിനിപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ അടുപ്പിൻ്റെ ഡ്യൂട്ടി അടുപ്പിന് എന്തിനാണ് നമ്മൾ വെക്കുന്നത് വിറക് കത്തിച്ച് നമ്മളെ ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ ആ അടുപ്പ് കരയുന്ന എപ്പോഴാണ് ആരും അതിൽ ഭക്ഷണം വെക്കാതെ അടുപ്പ് കത്തിക്കാതെയും ഭക്ഷണം വെക്കാതെയും ഇരിക്കുമ്പോഴാണ് അടുപ്പ് കരയുക ओके चूल्हा रोया എന്നിട്ട് क्या है घर में अनाज नहीं था വീട്ടിൽ എന്തുകൊണ്ടാണ് क्यों चूल्हा क्यों रोता है എന്ന് വെച്ചാൽ घर में अनाज नहीं था भोजन नहीं बनाया था इसलिए चूल्हा नहीं जलाया മക്കളൊരു ചോദ്യമാണത് चूल्हा रोया क्यों അപ്പോൾ എന്താ ഉത്തരം എഴുതാ घर में अनाज नहीं था भोजन भी नहीं था इसलिए चूल्हा नहीं जलाया इसलिए चूल्हा रोया മനസ്സിലായല്ലോ വീട്ടിൽ ധാന്യമില്ല ഭക്ഷണമില്ല അടുപ്പ് കത്തിക്കുന്നില്ല അതുകൊണ്ടാണ് അടുപ്പ് കരയുന്നത് ഇനി ചക്കി രഹി ഉദാസ് തിരികല്ല് ഉദാസീനായി വെച്ചാൽ അതിലൊന്നും ചെയ്യുന്നില്ല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവോ അല്ല ഉഴുന്നോ അരിയോ ഇട്ടിട്ട് അരക്കണില്ല തേങ്ങ ഇട്ടിട്ട് കറിക്ക് വേണ്ടി അരക്കുന്നില്ല എന്തുകൊണ്ട് ചക്കി രഹി ഉദാസ് ചക്കി എന്ന് പറഞ്ഞാൽ തിരികല്ലും ഉദാസീനാണ് എന്തുകൊണ്ട് പീസ്നെ കെ ലിയെ ഘർ മേ ദാനെ നഹി ഹെ നമ്മൾ ആദ്യത്തെ വാചകം പറഞ്ഞു ഘർ മേ ദാനെ നഹി ഹെ ഭോജൻ നഹി ഹെ അപ്പോൾ പീസ്ന മീൻസ് പൊടിക്കുക चक्की में डालकर हम क्या करते हैं दान पीसते हैं पीसने के लिए घर में दाने नहीं है कई दिनों तक कानी कुतिया अब ശ്രദ്ധിക്കണം അപ്പോൾ കുറേ നാൾ എന്തില്ല ചൂൽഹ അടുപ്പ് കരയുന്നു അത് അടുപ്പിലൊന്നും കത്തിക്കുന്നില്ല ചക്കി രഹി ഉദാസ് ചക്കി തിരികല്ല് ഉദാസീനനാണ് കൈ ദിനം അത്രയും ദിവസങ്ങളിലും കാനി കുത്തിയ സോയി ഉൻകെ പാസ് उनके ഇവിടെ എന്തിനെ പറ്റിയാ പറയുന്നത് चूल्हा और चक्की रोने वाली चूल्हा और उदास रही चक्की के पास തീരെ അടുപ്പ് കത്താത്ത അടുപ്പും തിരികല്ലും ഉപയോഗിക്കാത്ത തിരികല്ലിൻ്റെ അടുത്താണ് ആര് കിടക്കണത് കാനി കുത്തിയ അതൊരു ചോദ്യമാണ് ഉൻകെ പാസ് അണ്ടർലൈൻ ഉൻകെ മീൻസ് കിൻകെ ആരുടെ അടുത്താണ് എന്താ എഴുതാ മക്കളെ चूल्हा और चक्की के पास कैसे चूल्हा रोते हुए रोया हुआ चूल्हा और कैसा चक्की उदास चक्की उसके उनके पास कई दिनों तक कानी कुतिया सोई ഒരു നായ അവിടെ കിടന്ന് പെൺപട്ടിയാണ് ഇങ്ങനെ കിടന്നത് ഒറ്റ കണ്ണുള്ള പട്ടി ഒന്നും തിന്നാനില്ല അതുകൊണ്ട് എന്താ നമ്മളെ വീട്ടിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പട്ടീനെ വളർത്തുന്നു ഒന്നും തിന്നാനില്ല നമുക്കും ഇല്ലെങ്കിൽ അത് മിണ്ടാണ്ടിരിക്കും അവിടെ എവിടെയാണോ അല്ലേ കാനി കുത്തിയ സോയി ഉൻകെ പാസ് കൈ ദിനോं तक लगी भीत पर कई दिनों का लगी भीत എന്ന് പറഞ്ഞാൽ ദീവാർ എഴുതി വെക്കുക ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഈ പാസേജ് തന്നുകൊണ്ട് ഈ ദീവാർ എന്നുള്ള വാക്കിന് വരുന്ന വാക്ക് ഏതെന്ന് ചോദിക്കും അപ്പോൾ എന്താ എഴുതേണ്ടത് ഭീത്ത് ഓക്കെ ദീവാർ पर छिपकलियां की गश्त कई दिनों तक लगी भीत पर ചുമരിലെല്ലാം എന്താണ് छिपकलियां की गश्त छिपकलियां എന്ന് പറഞ്ഞാൽ എന്താണ് പല്ലികളുടെ കൂട്ടം ഇങ്ങനെ റോന്ത് ചുറ്റുമാണ് അതും എന്താണ് ദേ ആർ ഇൻ സെർച്ച് ഓഫ് അവർക്ക് എന്താ കഴിക്കേണ്ടത് ലൈറ്റ് നമ്മൾ രാത്രി ആകുമ്പോൾ നമ്മൾ ലൈറ്റ് ഇടുന്നു ട്യൂബ് ലൈറ്റ് ഇടുമ്പോൾ ട്യൂബ് ലൈറ്റിന് ചുറ്റും പ്രാണികൾ കാണാം ആ സമയത്താണ് പല്ലികൾ വന്ന് ഓരോന്നിനെടുക്കുന്നത് അല്ലേ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീൻ കുറേ നേരം നോക്കി നല്ല രസമുണ്ടാവും കാണാൻ അപ്പോൾ കൈ ദിനോं तक लगी भीत पर छिपकलियां की गश्त छिपकली എന്ന് പറഞ്ഞാൽ പല്ലികളുടെ गश्त मीन्स वह इधर उधर घूमते हैं किसके लिए कीड़े के लिए भोजन उसका भोजन है कीड़ा അപ്പോൾ कई दिनों तक लगी भीत पर छिपकलियां की गश्त कई दिनों तक चूहों की भी हालत रही शिकस्त कई दिनों तक चूहों की भी चूहा എന്ന് പറഞ്ഞാൽ എന്താ എലിയുടെ ഹാലത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിതി ഷിക്കസ്ത് എന്ന് പറഞ്ഞാൽ തകർച്ച അതൊരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്
പരാജയ് എന്നുള്ള വാക്ക് വരുന്ന വാക്ക് ഏത്? ഈ 4 വരി തരും. പരാജയ് എന്നുള്ള വാക്കാണ് ഷിക്കസ്ത്. അവിടെ എഴുതിയിടുക, ഷിക്കസ്ത് പരാജയ്. ഓക്കെ. കൈ ദിനം തക് ചൂഹ മീൻസ് എലി. എലിക്ക് എന്തെങ്കിലും കിട്ടുമോ? ധാന്യമോ ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ. ഒരു പാത്രത്തിൽ ഒന്നും ഉണ്ടാവില്ല. തട്ടിപ്പറിച്ചെടുത്ത് കരണ്ട് തിന്നാൻ ഒന്നുമില്ല. ഹാലത്ത് രഹി ഷിക്കസ്, പരാജയപ്പെട്ടതായിട്ട് അവന് തോന്നും, ഒന്നും കഴിക്കാൻ ഇല്ലാത്തതുകൊണ്ട്. चूहों की स्थिति वह खाने के लिए वहाँ कुछ नहीं है, उनका हालत भी बहुत दयनीय थी. ഒന്നും കിട്ടാൻ നമ്മൾ രാത്രി എല്ലാം അടച്ചു പൂട്ടിപ്പോൾ പിറ്റേ ദിവസം കാണാം എലി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാവും അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചാടിക്കടന്ന് എന്തെങ്കിലും കഴിച്ചേക്കും. ഓക്കെ. അപ്പോൾ വീണ്ടും ഞാൻ ആ 4 വരി വീണ്ടും വായിക്കുന്നു. കൈ ദിനോ തക് ചുൽഹാ റോയാ ചക്കി രഹി ഉദാസ്, കൈ ദിനോ ക കാനി കുത്തിയാ सोई उनके पास, कई दिनों तक लगी भीत पर छिपकलियां की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. यहाँ എന്താണ് എന്തൊക്കെയാണ് പറയുന്നത്? കൈ ദിനോം തക് ചൂൽഹാ റോയ, മനസ്സിലായില്ല? അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. കുറേ നാളതായി അടുപ്പ് കത്തുന്നില്ല. कारण ഞാൻ പറഞ്ഞു घर में अनाज नहीं था, भोजन नहीं बनाया, इसलिए चूल्हा नहीं जलाया. चक्की रही उदास, पीसने के लिए घर में दाने नहीं हैं, इसलिए चक्की उदास दुखी रहते हैं. कई दिनों तक कानी कुतिया, और कानी कुतिया जो कुतिया है वह उनके पास, वह चक्की और चूल्हा जो नहीं जलाया है, जो उदास बैठी है उसके पास वह लेटी हुई है, सोई उറങ്ങി കിടക്കുകയായിരുന്നു. कई दिनों तक लगी बीत पर घर की दीवारों पर ये छिपकलियां घूम रही है. घर की दीवारों पर ഇതിങ്ങനെ ഓടി നടക്കണം, അതിനൊന്നും കിട്ടുന്നില്ല കഴിക്കാൻ. घूम रही है, वह भूख से तड़पते हैं. അതിൻ്റെ ഭക്ഷണം എന്താണ്? കീടങ്ങളാണ്, ചെറിയ ചെറിയ കീടങ്ങളാണ്. അത് കിട്ടാതെ അതങ്ങോട്ട് വിഷമിക്കുന്നു. ഗസ്ത് മീൻസ് കൂട്ടം, അത് റോന്ത് ചുറ്റുന്ന സീനാണ് പറയുന്നത്. കൈ ദിനോം തക് ചൂഹോം കി ബി ഹാലത്ത് രഹി ശിക്കസ്ത്, അതേ സിറ്റുവേഷനാണ് ആർക്ക്? എലിക്കും ഉണ്ടായത്. ചൂഹോം കി ബി സ്ഥിതി ऐसी है, उन्हें खाने के लिए कुछ नहीं मिलती है, उसका हालत भी दयनीय है. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കാം, എന്താണ്? വീട്ടിൽ എന്തില്ല? ദാനയില്ല, അരിയില്ല. ചൂൽഹ നഹി ജലായ, ചൂൽഹയില്ല. ചിമിനി സേ ദുവാ നഹി ആയ, ഭക്ഷണം പാകം ചെയ്താലാണ് ചിമ്മിണിയിൽ പുക വരിക, അതില്ല. लोगों को वो क्या करते हैं? लोग इधर उधर बैठकर उसी तरह रहते हैं जैसे एक कानी कुतिया उस चक्की और चूल्हे के पास सो रही है. പിന്നെ रोटी बनाने के लिए कुछ नहीं है, उसका कुछ भी बाकी अवशेष वहाँ नहीं है, इसलिए चूहा भी वहाँ नहीं आता है. और भीत पर, दीवार पर छिपकलियां इधर उधर दौड़ते हैं. किसके लिए? कीड़ों के लिए. यहाँ कोई कीड़ा भी नहीं है, क्योंकि कारण क्या है? दाना नहीं है, अनाज नहीं है, भोजन नहीं है, इसलिए सब कुछ दयनीय स्थिति में रहते थे. മനസ്സിലായോ മക്കൾക്ക്? അപ്പോൾ ഇതാണ് വിശേഷം. അകാൽ, ഫാമിൻ കാലത്തുണ്ടാകുന്നത്. ഇവിടെ ഒരു സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. കൈ ദിനോം തക് എന്നുള്ള വാക്ക് പലപ്പോഴായി 4 വരിയിലും ആദ്യം എഴുതിയിട്ടുണ്ട്. എന്താണ്? കൈ ദിനോം തക് ചൂൽഹാ റോയ, കൈ ദിനോം തക് കാനി കുത്തിയ, കൈ ദിനോം തക് ലഗി ബീത്ത് പർ, കൈ ദിനോം തക് ചൂഹേം കി ബി. ഓരോ വരിയും ആരംഭിക്കുന്നത് ഏത് വാക്കോടുകൂടിയാണ്? കൈ ദിനോം തക്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കൈ, ഇറ്റ് വാസ് എ പ്രോസസ് ഓഫ് ഡേയ്സ്, ഇറ്റ് ഇസ് എ ലോങ് കണ്ടിന്യൂസ് ഡേയ്സിലും ഇത് സംഭവിച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് നമ്മളുടെ ജീവിതത്തിലെ ഒരു സിറ്റുവേഷനാണത് അകാൽ എന്നുള്ളത്. കൈ ദിനോം തക് ഒരു സിറ്റുവേഷനാണ്. ദാറ്റ് വാസ് എ ക്രിയേറ്റഡ് സിറ്റുവേഷൻ, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സിറ്റുവേഷൻ. നമ്മളുടെ കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ പ്രകൃതിയോട് കാണിക്കുന്ന വെല്ലുവിളിയിൽ, പ്രകൃതിയോട് കാണിക്കുന്ന എന്താ പറയുക, പ്രകൃതിയിലെ മരങ്ങളൊക്കെ വെട്ടി അവിടെ ബിൽഡിംഗ് നടക്കുന്നു, ചെടിയില്ല, ഒന്നുമില്ല, മഴയില്ല, ഭൂമി വരണ്ടതാവുന്നു. ഈ ഒരവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ ക്രിയേറ്റഡ് സിറ്റുവേഷൻ എംഫസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കൈ ദിനോം തക്. ഇവിടെ പ്രാകൃതിക്
संतुलन तोड़ने के विरुद्ध वह आवाज़ उठता है. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം നമ്മൾ പ്രകൃതിയെ അതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ജനങ്ങൾക്ക് എന്തിന് സാധ്യതയുണ്ട്? ദർ ഇസ് എവറി പോസിബിലിറ്റി ദാറ്റ് വി ഹാവ് ടു ഫേസ് ഫാമിൻ. ഫാമിൻ തീർച്ചയായും ഉണ്ടാവും. അതായത് നമ്മൾ പ്രകൃതിയുടെ സുരക്ഷിതത്വം, പ്രകൃതിയെ സുരക്ഷയോടുകൂടി, അതായത് ഒരു ചെടിയെങ്കിലും ഒരാൾ നടണമെന്ന് ഇന്ന് നമ്മൾ ആഹ്വാനം ചെയ്യാണ്. എന്തുകൊണ്ട്? ചെടികളില്ലാതായാൽ വരുന്ന എന്താണ് ആപത്തുകൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നു. മറുവിഭാഗം ഉള്ളതൊക്കെ തൊട്ട് അതിൻ്റെ ഉള്ളതൊക്കെ പറിച്ച് മാറ്റി അവർ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു അല്ലേ? ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട്. പ്രകൃതി കാ സന്തുലൻ തോടിനേക്ക് വിരുദ്ധ ആവാസ് ഉടുത്ത ഹെ. അപ്പോൾ ഇവിടെ കൈ ദിനോ തക് എന്നുള്ള വാക്ക് ഇറ്റ് ഗിവ്സ് എംഫസിസ് ഓൺ ദ ക്രിയേറ്റീവ് സിറ്റുവേഷൻ that has been made by the people. നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മൾ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഉയർത്താൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കിയ സിറ്റുവേഷനാണ് കൈ ദിനോം തക്. യഹാങ്ക ഇവിടുത്തെ സിറ്റുവേഷൻ. ഓക്കെ, അതാണ് അകാൽ. ഗാഡ് ഇറ്റ്. അപ്പോൾ ഈ 4 വരി, ആദ്യത്തെ 4 വരി അകാൽ ഒരു ക്ഷാമം ഉണ്ടാവുമ്പോൾ अकाल के स्थिति में यहाँ क्या क्या होता है. अकाल के स्थिति में हमारे परिचित कई चीज़ों ഇതിലെ പരിചിത ചീസ് ആരാണ് മക്കളെ? ചൂൽഹ അല്ലേ? നമുക്ക് പരിചിത ചീസം നമുക്ക് പറയാൻ പറ്റുന്ന നിർജീവ വസ്തുക്കളിലാണ് ചൂൽഹ, ചക്കി, ഇതൊക്കെ ഭീത്ത്. ചൂൽഹ, ചക്കി, ഭീത്ത്. അടുപ്പ്, ചക്കി, തിരികല്ലി, ഭീത്ത് എന്താണ്? ദിവാർ. ഇത് മൂന്നും എന്താണ്? നിർജീവം. പരിചിത് വസ്തുവിലാണ് കാനി കുത്തിയ, ചിപ്കളിയ, ചൂഹ. എന്താണ്? കാനി കുത്തിയ, ചിപ്കളിയ, ചൂഹ. അപ്പം പരിചിതമായ 3 വസ്തുക്കളും നിർജീവമായ 3 വസ്തുക്കളെ എടുത്തുകൊണ്ടാണ് ഈ അകാൽ ഫാമിൻ വരുന്ന കാലത്തെ പറ്റി കവി വിവരിച്ചിട്ടുള്ളത്. ഓക്കെ, നൗ കം ടു ദ നെക്സ്റ്റ് പാര. दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौवे ने खुजलाई पंखें कई दिनों के बाद. ആദ്യത്തെ 4 വരിയിൽ എന്താണ് ആദ്യം പറഞ്ഞത്? കൈ ദിനോം തക് എന്നാ പറയുന്നത്. ഈ പാരഗ്രാഫിലോ കൈ ദിനോം കെ ബാദ്. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുള്ളി നന്നായിട്ട് എഴുതിയ കവിതയാണിത്. ആദ്യത്തെ അകാൽക്ക സമയം കൈ ദിനോം തക് എന്നാ പറയുന്നത്. എന്നാൽ അകാലിന് ശേഷമാണ് രണ്ടാമത്തെ പാരഗ്രാഫ്, അതിൽ കൈ ദിനോം കെ ബാദ് എന്നാ പറയുന്നത്. ദാനെ ആയ ഒന്നും കൂടെ വായിക്കാം. വിരൽ വെച്ച് നോക്കുക, അക്ഷര വിരൽ വെച്ച് പോവാ, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കുക. അപ്പോൾ ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോം കെ ബാദ്, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौवे ने कुजलाई पंखें कई दिनों के बाद. അങ്ങനെ कई दिनों तक जो सिचुएशन वहाँ था, अकाल का जो सिचुएशन वहाँ था, वह परिवर्तन हो गए. there occurred a change. എന്താണ്? ദാനെ ആയേ ഘർ കെ അന്തർ. കുറേ കാലം കഴിഞ്ഞപ്പോൾ ദാനെ ആയേ, ദാന മീൻസ് ധാന്യം, എവിടെ വന്നു? ഘർ കെ അന്തർ. വീട്ടിൽ ധാന്യം വന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ സമ്പൽ സമൃദ്ധി നിറഞ്ഞു. അപ്പോൾ ആദ്യത്തെ അവിടെ ദാന നഹി ഥാ, ലേക്കിൻ അകാൽ കെ ബാദ് കൈ ദിനോം കെ ബാദ്, കുറേ കാലം വളരെ വിവശരായി നമ്മൾ കഴിഞ്ഞുകൂടി. അത് കഴിഞ്ഞ ശേഷം ദാനെ ആയേ ഘർ കെ അന്തർ. ഘർ കെ അന്തർ, ഘർ മീൻസ് വീട്, അന്തർ ഉള്ളിൽ. കൈ ദിനോം കെ ബാദ്, धुआं उठा आंगन के ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौवे ने कुजलाई पंखें कई दिनों के बाद. धुआं उठी आंगन से ऊपर, धुआं मीन्स പുക, धुआं उठना, പുക മുകളിലോട്ട് ഉയരാൻ തുടങ്ങി. ആംഗൻ കെ ഊപ്പർ, ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം. നമ്മൾ അടുപ്പ് കത്തുമ്പോൾ അടുപ്പിൽ നിന്ന് എന്ത് വരും? ധുവാ വരും. കൈ ദിനോം കെ ബാദ്, ചമക് ഉടി ഘർ ഭർ കി ആംഗേം, എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷം. ചമക്കിന തെളിയുക. ഘർ ഭർ കി ആംഗേം, ഘർ ഭർ വീട്ടിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ തെളിഞ്ഞു വന്നു.
കൗവേനെ കുജലായി. കാക്ക പോലും എന്ത് ചെയ്യാൻ എന്താണ് ചിറകുകൾ വെച്ചിട്ട്, കാരണം ലൈവായിട്ടുള്ള സാധനങ്ങൾ അയാൾ ഓരോരുത്തരും അവരുടെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവായി. കുജലായി പങ്കേം കൈ ദിനോം കെ ബാദ്. അപ്പോൾ ഈ ഒരു നാലാമത്തെ ഈ 4 വരിയിൽ പറയുന്ന എന്താണ്, അകാൽ കെ ബാദ് ജോ സുഖദ് ജീവൻ ഹമേ മിൽത്താ ഹൈ, यहाँ इसका असली चित्रण किया है.